കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. PSC റീസെൻ്റായിട്ട് വ്യവസായം ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ്, അതുപോലെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഇത് ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. SCERTയിൽ 7ാം ക്ലാസ്സിലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന ഭാഗത്തും അതുപോലെ 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ സമ്പദ്ഘടനയിലെ വിവിധ സാമ്പത്തിക മേഖലകൾ എന്ന ഭാഗത്താണ് ഈ സാമ്പത്തിക മേഖലകളെ കുറിച്ച് പഠിക്കാനുള്ളത്. 9ാം ക്ലാസ്സിലെ പഴയ സിലബസിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിച്ചാൽ പല ജോലികളിൽ ഏർപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. കൃഷിപ്പണി ചെയ്യുന്നവരുണ്ട്, അതുപോലെ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്നവരുണ്ട്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനത്തോടെ പല ആൾക്കാരെയും നമുക്ക് കാണാൻ കഴിയും. ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സമ്പദ്ഘടനയെ പ്രധാനമായും 3 അടിസ്ഥാന മേഖലകളായി തിരിച്ചിരിക്കുന്നു. പ്രാഥമിക മേഖല പ്രൈവറ്റ് സെക്ടർ, ദ്വിതീയ മേഖല സെക്കൻഡറി സെക്ടർ, തൃതീയ മേഖല ടെർഷ്യറി സെക്ടർ. ഇങ്ങനെ 3 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളെയൊക്കെ തരംതിരിക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്, അതായത് NSO ആണ്. ജസ്റ്റ് എന്താണ് ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് നോക്കാം. SCERTയിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കേന്ദ്ര സ്ഥിതി വിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അത് തന്നെയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അതിൻ്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ്? സ്ഥിതി വിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലകളിലെയും സ്ഥിതി വിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതി വിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ചുമതലകൾ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന കാലമാണ്. അപ്പോൾ ഈ ബോക്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ കാരണം. ഓർത്തു വയ്ക്കുക, എന്താണ് CSO എന്നും അതിൻ്റെ പ്രധാന ചുമതലകളും ഓർത്തു വയ്ക്കുക. അപ്പോൾ SCERTയിൽ തന്നെ മറ്റൊരു ബോക്സ് ഉണ്ട്. ഈ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിവയിൽ ഉൾപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇതൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദ്വിതീയ മേഖലയിൽ വ്യവസായം, വൈദ്യുത ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. തൃതീയ മേഖലയിൽ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇവയൊക്കെയാണ് തൃതീയ മേഖലയിൽ. ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, അങ്ങനത്തെ ജോലികളൊക്കെ ഈ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ എന്താണ് പ്രാഥമിക മേഖല എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിലുള്ളത്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയാണ് അത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖലയെന്നും അറിയപ്പെടാറുണ്ട്. ഈ കാർഷിക മേഖല എന്തുകൊണ്ടാണ് പ്രാഥമിക മേഖലയായത്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഉൽപാദന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടും ഈ ഉൽപാദന പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായതുകൊണ്ടാണ് കാർഷിക മേഖല പ്രാഥമിക മേഖല എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ എല്ലാ കാലഘട്ടത്തിലും തൊഴിൽ ലഭ്യമുള്ളതും ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായ മേഖലയാണ് പ്രാഥമിക മേഖല.
അപ്പോൾ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടാറുണ്ട്, ഓർത്തു വയ്ക്കുക. അടുത്തത് ദ്വിതീയ മേഖല. വ്യവസായ, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ദ്വിതീയ മേഖലയെ വ്യവസായ മേഖല എന്നും വിളിക്കുന്നു. അപ്പോൾ ഇതിലുൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് വ്യവസായം, ഗ്യാസ്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ ജലവിതരണം, ഇതൊക്കെ. ഇനി എന്താണ് തൃതീയ മേഖല? തൃതീയ മേഖല എന്ന് പറയുന്നത് പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം അങ്ങനത്തെ തുടങ്ങി വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയിലാണ്. അതുകൊണ്ട് തൃതീയ മേഖലയെ നമ്മൾ എന്താണ് പറയുന്നത്? സേവന മേഖല, അത് അങ്ങനെ അറിയപ്പെടുന്നു. വ്യവസായ മേഖല ഏതായിരുന്നു? ദ്വിതീയ മേഖല. കാർഷിക മേഖല പ്രാഥമിക മേഖല. സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖല. ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. ഒരു രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് ഈ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിവിധ സാമ്പത്തിക മേഖലയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു സാമ്പത്തിക പ്രവർത്തനം, ഉദാഹരണത്തിന് കൃഷി, ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? അതുപോലെ ഒരു മേഖല തന്നിട്ട്, ഉദാഹരണത്തിന് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടുന്ന് PSC റീസെൻ്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ മേഖലകളും സാമ്പത്തിക പ്രവർത്തനങ്ങളും ഓർത്തു വയ്ക്കുക. ഇക്കണോമിക്സിലെ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.